ശരി, ശ്രീ കെന്നഡി കരിമിൻ കാലയിൽ ഒരേ നാവാണോ ജോർജിനും പി സി ജോർജിനും, ജോർജിനും കെ ടി ജലീലിനും? ജോർജിനെ അനുകൂലിച്ചയാളാണല്ലോ താങ്കൾ. ഇപ്പോൾ കെ ടി ജലീൽ ഇത്തരം പരാമർശം നടത്തുമ്പോൾ അത് ജോർജ് പറഞ്ഞതിന്റെ അതേ ലെവലിൽ തന്നെ ഉള്ളതാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? മനുഷ്യ, ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ ലാസ്റ്റ് ഡിബേറ്റിലും എനിക്ക് അവിടെ ജോർജ് അനുകൂലി എന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ട് എൻ്റെ നെഞ്ചത്ത്. അമ്മാതിരി ഒരു ലേബല് എനിക്ക് തന്നുവിടരുത്. ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഒരു നിലപാടുകൾ വെച്ച്, ആ നിലപാടുകളെ വെച്ചാണ് നമ്മൾ അഭിപ്രായം പറയുക. ആ ജോർജ് എടുത്ത ആ നിലപാടിനെ വെച്ച് അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ലേബലൈസിങ് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒന്നാമത്, ഏതായാലും ഇപ്രാവശ്യം അതിന് മാറ്റം വരുത്തിയിട്ടുണ്ട്, അങ്ങനെ എഴുതിയിട്ടില്ല. ആദ്യം തന്നെ ഞാൻ അതൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. രണ്ടാമത്, ജോർജ് പറഞ്ഞതും ജലീൽ പറഞ്ഞതും ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്, വളരെ വലിയ വ്യത്യാസമുണ്ട്. കാരണം ജോർജ് പറയുമ്പോൾ അത് മറ്റൊരു സമുദായത്തിൻ്റെ പരാതിയായും മറ്റൊരു സമുദായത്തിൻ്റെ ആവലാതിയായും മറ്റൊരു സമുദായത്തിൻ്റെ ഉത്കണ്ഠയായും വേണം നമ്മളതിനെ മനസ്സിലാക്കാൻ. അതേസമയം കെ ടി ജലീൽ നടത്തിയിരിക്കുന്നത് തീർച്ചയായും മറ്റൊരു തരത്തിലാണ്. കെ ടി ജലീൽ നടത്തിയിരിക്കുന്നത് എന്താണ്? അക്ഷരാർത്ഥത്തിൽ ഒരു സ്വയം വിമർശനമാണ്. ഒരു സമുദായത്തിൽ നിന്ന് ആ സമുദായത്തിൻ്റെ ഏതാണ്ട് ഒരു പണ്ഡിതനോളം പാണ്ഡിത്യം അവകാശപ്പെടാവുന്ന കേരള സമൂഹത്തിൽ അത്ര മോശമല്ലാത്ത ഒരു ഇമേജുള്ള കെ ടി ജലീലിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അഭിപ്രായം പറയുമ്പോൾ തീർച്ചയായും ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും ഒരു അനുമതിയോടുകൂടി തന്നെ ഈ സമൂഹത്തിൻ്റെ വകയായി, കേരള സമൂഹത്തിൻ്റെ വകയായി ഒരു സല്യൂട്ട് തരാൻ ഞാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. കാരണം അങ്ങനെ ചെയ്തില്ല എങ്കിൽ, നന്മ പ്രവർത്തിക്കുമ്പോൾ അത് നന്നായി എന്ന് പറയുന്നില്ല എങ്കിൽ അത് നാളെ പറയാൻ ആളുണ്ടാവില്ല. തീർച്ചയായിട്ടും അത് പറയണം. ഇപ്രാവശ്യം അദ്ദേഹത്തിൽ നിന്നുണ്ടായിരിക്കുന്നത് വളരെ വലിയൊരു നന്മയാണ്. അത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെ ഓരോ സമുദായത്തിൽ നിന്നും ഇത്തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു സ്വയം വിമർശനാത്മകമായ നിലപാടുകളുമായി അതാത് സമുദായങ്ങളിൽ നിന്ന് ആളുകൾ രംഗത്ത് വന്നാൽ അത് ഇന്ത്യൻ ഭരണഘടനയ്ക്കുണ്ടാകുന്ന, ഇന്ത്യൻ സമൂഹത്തിനുണ്ടാകുന്ന ഒരു കരുത്ത്, ഇന്ത്യൻ ജനാധിപത്യത്തിനുണ്ടാകുന്ന ഒരു കരുത്തെന്ന് പറയുന്നത് ചെറുതായിരിക്കില്ല. കാരണം ഇന്ത്യയുടെ എക്കാലത്തെയും ശാപം ഈ മതവും ജാതി തിരിച്ചുള്ള ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറ്റപ്പെടുത്തലുകളും ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളും, ക്ഷേത്രം തപ്പലും അമ്പലം തപ്പലും പള്ളി തപ്പലും, ഇങ്ങനെ ഓരോ വിഷയങ്ങളിലും, പള്ളി പൊളിക്കലും പാസ്റ്റർമാരെ ആക്രമിക്കലും, മതം മാറ്റത്തിനെതിരെയുള്ള ഡയലോഗുകൾ, മതം മാറ്റത്തിന് അനുകൂലമായ കുറേ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം വേറിട്ടുകൊണ്ട് രാജ്യവികസനത്തിലേക്ക് ശ്രദ്ധിക്കുവാനും മതമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും മതത്തിൻ്റെ ക്ലച്ചിൽ നിന്ന് ആളുകൾ എത്രത്തോളം കുറച്ചൊന്ന് വിട്ടു നിന്നുകൊണ്ട് അതിനകത്തു നിന്നുള്ള തെറ്റുകുറ്റങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ രാജ്യത്തിനായി മുന്നേറണം എന്നുള്ളൊരു ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ജലീൽ തരുന്നതായിട്ട് വേണം മനസ്സിലാക്കാൻ. ഇനി വസ്തുതാപരമായി ശരിയാണെന്നുള്ള നിലപാടുകാരനാണോ? വസ്തുതാപരമായി ശരിയാണ് അദ്ദേഹം പറഞ്ഞതെന്നാണോ? തീർച്ചയായും വസ്തുതാപരമായി ശരിയാണ്. അദ്ദേഹത്തിനെ മറ്റുള്ളവർ പിൻപറ്റണം എന്നുകൂടി ഞാൻ പറയുന്നു. ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗത്തിലുള്ളവർ കൂടി അദ്ദേഹത്തെ റോൾ മോഡൽ ആക്കണം എന്നുകൂടി ഞാൻ പറയുന്നു. അദ്ദേഹം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കണം, മാറണമെന്നും അദ്ദേഹത്തിന്റെ അഭിപ്രായം മാറ്റണമെന്നും അദ്ദേഹത്തോട് ആരെങ്കിലും പറഞ്ഞാൽ ആ പറഞ്ഞവർ മാറ്റിക്കോളും, ആ പറഞ്ഞവർ സ്വയം നാളെ മാറിക്കോളും. മാറാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കണം, മാറാതെ അതിൽ തുടരണം. അഭിനന്ദനാർഹമായ ഒരു നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. ശ്രീ മുഹമ്മദ് അലി കിനാലൂർ കൂടി ചേരുകയാണ്, എ പി സമസ്തയുടെ പ്രതിനിധിയാണ്. ശ്രീ മുഹമ്മദ് അലി